بسم الله الرحمن الرحيم فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ സമയത്ത് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹദായ ഫദ്ലിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറ, അതിലെ 79 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് കേട്ടത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് മുൻകഴിഞ്ഞു പോയ ബനു ഇസ്രായീൽ എന്ന് പറയപ്പെടുന്ന, അഥവാ നമ്മൾ മുമ്പ് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹം, ആ സമൂഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളെയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വേദഗ്രന്ഥം എന്ന് പറയുമ്പോൾ അള്ളാഹു പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥം. അതിൽ പ്രധാനപ്പെട്ടത് 4 ഗ്രന്ഥങ്ങളാണ്: തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, പരിശുദ്ധമായ ഖുർആൻ. ആ വേദഗ്രന്ഥങ്ങളെ സ്വയം അതിന് തത്തുല്യമായത് അവർ കൈകൊണ്ട് നിർമ്മിക്കുകയും എന്നിട്ട് ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന് അവകാശപ്പെടുകയും എന്നിട്ട് അതിനെ കമ്പോളങ്ങളിൽ തുച്ഛമായ വിലയ്ക്ക് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവരിൽ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. അവർ അവരുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് കിതാബുകൾ രചിക്കുമായിരുന്നു, പുസ്തകങ്ങൾ രചിക്കുമായിരുന്നു. എന്നിട്ട് അവർ പറയുമത്രേ, സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു അവതരിപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് അവർ വാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല ലിയശ്തറൂ ബിഹി തമനൻ ഖലീല,
വളരെ കുറഞ്ഞ വിലയ്ക്ക് അതിനെ അവർ വിറ്റഴിക്കുകയും ചെയ്യുമായിരുന്നു. എത്ര വലിയ ആരോപണം, എത്ര വലിയ വഞ്ചനയാണ് അവര് പരിശുദ്ധമായ ദീനിൽ കാട്ടിയത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടുപ്പിച്ചു, വൈലുൻ, അവർക്കാണ് സർവനാശം, അവർക്കാണ് സർവനാശം. സ്വന്തം കൈപ്പടയിൽ പുസ്തകങ്ങൾ രചിക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിലേക്ക് ചേർക്കുകയും ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അവർ പ്രചരിപ്പിക്കുകയും അതിനുശേഷം അതിനെ തുച്ഛമായ വിലയ്ക്ക് അവർ വിറ്റഴിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫവൈലുൽ ലഹും, ആവർത്തിക്കുകയാണ്. ആ ആയത്തിൽ തന്നെ വീണ്ടും അല്ലാഹു ആവർത്തിക്കുകയാണ്, ഫവൈലുൽ ലഹും മിമ്മാ കസബത് ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതി ഉണ്ടാക്കിയ അവര് എഴുതി ഉണ്ടാക്കിയതിന്റെ പേരിൽ അവർക്ക് സർവനാശം. വീണ്ടും അല്ലാഹു ആവർത്തിക്കുകയാണ്, വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അവര് സമ്പാദിച്ച അല്ലെങ്കിൽ അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുഷിച്ച പ്രവർത്തനത്തിന്റെ പേരിൽ തീർച്ചയായിട്ടും അവർക്ക് തന്നെയാണ് സർവനാശം. നോക്കണേ, ഒരു ആയത്തിൽ 3 വവൈലുൻ 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 എന്ന് ആവർത്തിച്ചു. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു കാരണമേ ഇല്ല. അള്ളാഹുവിന് ഒന്ന് തന്നെ മതിയാകും. അത്തരക്കാരായ ആളുകൾക്കാണ് സർവനാശവും എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു ഒരേ ആയത്തിൽ തന്നെ, ഒരു വാചകത്തിൽ തന്നെ അള്ളാഹു 3 തവണ ആവർത്തിച്ചു പറഞ്ഞു, അവർക്ക് തന്നെയാണ് സർവനാശം, സർവനാശം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം തിർമിദി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് വൈൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. വൈലുൻ വാദിൻ ഫീ ജഹന്നം, നരകത്തിലെ ഒരു വാദിയാണ്. വാദി എന്ന് സാധാരണ അറബിയിൽ പറയുന്നത് ചെരുവ് എന്നാണ്. മലഞ്ചെരുവുകൾക്കാണ് വാദി എന്ന് പറയപ്പെടുന്നത്. അപ്പോ ജഹന്നമിലെ, നരകത്തിലെ ഒരു ചരിവാണ്, ഒരു വാദിയാണ് ഈ വൈല് എന്ന് പറയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഹ്വി ഫീഹിൽ കാഫിറു 40 ഖലീഫ, 40,000 വർഷത്തോളം കാഫിരായ സത്യനിഷേധികളായ ആളുകൾ അതിൽ കടന്ന് എരിഞ്ഞമരുമത്രേ. അത്തരത്തിൽ ഏറ്റവും ഭീകരമായ, ഭയാനകമായ ഒരു നരകത്തിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെയാണ് 3 തവണ എടുത്ത് ഇവിടെ അല്ലാഹു പറഞ്ഞത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതായി മറ്റൊരു സംഭവം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈൽ എന്ന് പറഞ്ഞാൽ ജബലും ഫിന്നാർ, നരകത്തിലെ ഒരു പർവ്വതമാണ്. നരകത്തിലെ വലിയൊരു പർവ്വത സമാനമാണ്, ഒരു പർവ്വതമാണ് വൈൽ എന്ന് പറയപ്പെടുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത് ജൂതന്മാർക്കാണ്, യഹൂദികൾക്കാണ്. കാരണം അവർ തൗറാത്തിനെ കൈകടത്തിയവരാണ്, തൗറാത്തിന്റെ ഉള്ളിൽ കൈകടത്തലുകൾ നടത്തിയവരാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് അവര് ചേർത്ത് വെച്ചു, അധികരിപ്പിച്ചു. അവർക്ക് ഇഷ്ടമില്ലാത്ത, അവര് വെറുക്കുന്ന കാര്യങ്ങൾ, അതിനെ മുഴുവനും അവരതിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. മാത്രമല്ല, വമഹൗ ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനത് തൗറാത്ത്, തൗറാത്തിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തെയും അവർ മായ്ച്ചു കളഞ്ഞു. ഇക്കാരണത്താൽ വലിദാലിക ഗളബല്ലാഹു അലൈഹിം, ഇക്കാരണത്താൽ അല്ലാഹുവിന്റെ വലിയ കോപം അവരുടെ മേൽ പതിച്ചു, അല്ലാഹുവിന്റെ കോപമുണ്ടായി. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്തു? തൗറാത്തിന്റെ ചില ഭാഗങ്ങളെ അല്ലാഹു തആല ഉയർത്തുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അപ്പോ വേദഗ്രന്ഥത്തിനകത്ത് ഉള്ളതിനെ തന്നെ അവർ മായ്ക്കുകയും ഇഷ്ടമുള്ളതിനെ അതിനകത്ത് കൂട്ടിച്ചേർക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അതിൽ നിന്ന് മായ്ച്ചു കളയുകയും
പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തിന് അവിടെ നിന്നും അവർ മായ്ച്ചു കളയുകയും ചെയ്തു. ഇതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ബഹുമാനമുള്ളവരെ, ഈ ആയത്ത്, ഈ സംഭവം നമ്മളോട് എന്താ പറയുന്നത്? ഇത് മുൻഗാമികളായ ആളുകൾ ചെയ്തതാണ്. സ്വന്തമായി കൈപ്പടയിൽ പുസ്തകങ്ങൾ രചിച്ചിട്ട് ഇത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണെന്ന് പറഞ്ഞ് തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ. ഇതെന്തിനാ അള്ളാഹ് നമ്മളോട് പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഉള്ളിൽ സ്വന്തം കൈകടത്തലുകൾ നടത്തുന്നത് സൂക്ഷിച്ചുകൊള്ളണം. സ്വന്തമായി വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തം വ്യാഖ്യാനിച്ചു കൊണ്ടിട്ട് ഖുർആനിന്റെ മേൽ കളിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളണം. ഖുർആൻ ആയത്തുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം, ഇത് അള്ളാഹുവിന്റെ വചനമാണ്. അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പടച്ചവന്റെ നോട്ടത്തിലാണ് നീ ഉള്ളത് എന്ന് ഖുർആനിനോട് കളിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം, അവർ പറയുകയുണ്ടായി, അവർ ജനങ്ങളുടെ സ്വന്തമായിട്ട് അവർ പ്രചരിപ്പിച്ചു, ഞങ്ങൾ നരകത്തിൽ പോകും. ശരി തന്നെയാണ്, ഞങ്ങൾ നരകത്തിൽ പോകും. പക്ഷേ ഞങ്ങൾ നരകത്തിൽ കൂടുതൽ നാളൊന്നും ഞങ്ങൾ നരകത്തിൽ കടക്കുകയില്ല. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നരകത്തിൽ ഞങ്ങൾ പ്രവേശിക്കുകയുള്ളൂ. എണ്ണപ്പെട്ട നാളുകളെ ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കുകയുള്ളൂ. എത്രയാ എണ്ണപ്പെട്ട നാളുകൾ? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലൻ തമസ്സനന്നാറു ഇല്ലാ 40 ലൈല, 40 ദിവസം മാത്രമേ ഞങ്ങൾക്ക് നരകത്തിൽ കടക്കേണ്ടി വരികയുള്ളൂ. എന്താ ഈ 40ന്റെ കണക്ക്? 40ന്റെ കണക്കാണ് അവര് അള്ളാഹുവിനെ വിട്ട് സാമിരി നിർമ്മിച്ചു കൊടുത്ത പശുക്കുട്ടിയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്ത ദിവസങ്ങൾ. 40 ദിവസമാണ് അവർ പശുക്കുട്ടിയെ ആരാധിച്ചത്. തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരിസീനയിലേക്ക് പോയത് 40 ദിവസമാണ്. അപ്പൊ ഈ 40 ദിവസത്തെ മാത്രമേ ഞങ്ങളെ തീ സ്പർശിക്കുകയുള്ളൂ, നരകത്തിന്റെ തീ ഞങ്ങളെ സ്പർശിക്കുകയുള്ളൂ എന്ന് ഇവർ വാദിച്ചുകൊണ്ടേ നടന്നു, ഇവർ പറഞ്ഞുകൊണ്ടേ നടന്നു. അള്ളാഹ് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ പറയുകയാണ്, ഖുൽ, നബിയെ അവന്മാരോടൊന്ന് ചോദിക്കുക, ഇത്തഖദതും ഇൻദല്ലാഹി അഹ്ദാ, നിങ്ങൾ 40 ദിവസമേ തീയിൽ കിടക്കുകയുള്ളൂ, നരകം സ്പർശിക്കുകയുള്ളൂ എന്ന് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും കരാറുകൾ വാങ്ങിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉറപ്പ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? അള്ളാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഫലൻ യുഖ്ലിഫല്ലാഹു അഹ്ദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറ് ലംഘിക്കുന്നവനല്ല. അല്ലാഹ് കരാറ് ലംഘിക്കുന്നവനല്ല. അല്ലാഹ് കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാർ അല്ലാഹു തആല പൂർത്തീകരിക്കും. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനോട് എന്തെങ്കിലും കരാറുകൾ വാങ്ങിച്ചിട്ടുണ്ടോ ചോദിക്കുന്നു. മൂന്നാമത്തെ എങ്കിൽ അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അതല്ല എങ്കിൽ നിങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യം അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ചു പറയുകയാണ്. അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ കെട്ടിച്ചമച്ചു പറയുകയാണ്. ഒരു സംഭവം കേട്ടോളി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇമാം അഹ്മദ് തന്റെ സഹീഹിലും ഇമാം ബുഖാരി അലൈഹി റഹ്മ അവരുടെ സഹീഹിലും രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ ലമ്മാ ഫുതിഹത്ത് ഖൈബർ വിജയിച്ചടക്കി. ഖൈബറിൽ വിജയം മുസ്ലിമീങ്ങളുടെ ഭാഗത്തുണ്ടായി. ഖൈബറിലെ പ്രധാന എതിരാളികൾ ആരായിരുന്നു? മക്ക ഖുറൈശികളായിരുന്നില്ല. ഖൈബറിലെ യഥാർത്ഥ പ്രധാന പ്രതിയോഗികൾ ജൂതന്മാരായിരുന്നു, യഹൂദികളായിരുന്നു. ഖൈബർ പിടിച്ചടക്കി. അങ്ങനെ ഇരുന്നപ്പോ ഉഹുദിയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഹദിയ നൽകപ്പെട്ടു, ഒരു സംഭാവന നൽകപ്പെട്ടു. എന്തായിരുന്നു സംഭാവന? എന്താണ് അവർ ഗിഫ്റ്റ് കൊടുത്തത്? ഷാത്തുൻ, ഒരു ആടിനെയാണ്, പാകം ചെയ്ത ഒരു ആടിനെയാണ്. എന്നുവെച്ചാൽ അറുത്ത് പാകം ചെയ്ത് ചുട്ട് റെഡിയാക്കി എടുത്ത പാചകം ചെയ്ത ഒരു ആടിനെയാണ് അവര് ഹദിയായി, സംഭാവനയായി നൽകിയത്. പക്ഷേ
ആ ആടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീഹാ സമ്മുൻ, അതിൽ വിഷമുണ്ടായി. അതിനകത്ത് വിഷം പുരട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർ സംഭാവനയായി നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്മഉ, നബി തങ്ങൾ എഴുതാൻ ചെയ്തു, ഇജ്മഉ ലി മൻ കാന മിനൽ യഹൂദി ഹാവന, ഇവിടെയുള്ള മുഴുവൻ യഹൂദികളെയും ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. മുഴുവൻ യഹൂദികളെയും ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇവിടെ ഉള്ളവർ മുഴുവൻ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, മൻ അബൂക്കും, നിങ്ങളുടെ ബാപ്പമാരാരാണ്, നിങ്ങളുടെ ബാപ്പമാരാരാണ് എന്ന് ചോദിച്ചു, പിതാക്കന്മാരാരാണെന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു അത്രേ ഫുലാൻ, അവർ പറഞ്ഞു ഇന്ന ആളാണ് ഞങ്ങളുടെ വാപ്പ, ഇന്ന ആളാണ് ഞങ്ങളുടെ വാപ്പ, ഇന്ന ആളാണ് ഞങ്ങളുടെ വാപ്പ എന്നിങ്ങനെ ബാപ്പമാരുടെ ഒരു പേര് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കദബത്തും, നിങ്ങൾ പറഞ്ഞത് കള്ളമാണ്, നിങ്ങളുടെ വാപ്പയുടെ പേര് പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു, നിങ്ങൾ പറഞ്ഞ ആളല്ല നിങ്ങളുടെ വാപ്പ ഇന്ന ആളാണ്. അവര് സമ്മതിച്ചു. സദഖത്താവ ബരത്ത, താങ്കൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഞങ്ങൾ മറച്ചു വെച്ച് പറഞ്ഞതാണ്. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് അങ്ങ് ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചത് എന്ന് പിന്നീട് അവർ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, അല്ല, തങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ യഥാർത്ഥ മറുപടി പറഞ്ഞില്ല, നിങ്ങൾ കള്ളം പറഞ്ഞു. അവരിത് പരീക്ഷിക്കുകയായിരുന്നു, ദൂതന്മാർ പരീക്ഷിക്കുകയായിരുന്നു രണ്ട് കാര്യങ്ങൾ. അവര് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പേര് തെറ്റിച്ച് പറഞ്ഞത് അങ്ങ് നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു. രണ്ട്, ഞങ്ങൾ ആട്ടിൽ വിഷം കലർത്തി തങ്ങളെ ഭക്ഷിക്കാൻ വേണ്ടി തങ്ങൾക്ക് ഹദിയായി നൽകിയത് അതും പരീക്ഷണമായിരുന്നു, അങ്ങ് നബിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. താങ്കൾ നബി അല്ല എങ്കിൽ തീർച്ചയായും അത് ഭക്ഷിക്കുകയും ആ വിഷം താങ്കളെ പിടിപെടുകയും താങ്കൾക്ക് മരണം സംഭവിക്കുകയും ചെയ്യും. നേരെ മറിച്ച് താങ്കൾ നബിയാണ് എങ്കിൽ താങ്കൾ ഭക്ഷിക്കുകയും താങ്കൾക്ക് യാതൊരു ഉപദ്രവവും ഒരു പ്രയാസവും അതിലൂടെ ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്രകാരം ചെയ്തത് എന്ന് പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ബഹുമാനമുള്ളവരെ, മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് മൊത്തത്തിലായിട്ട് പറഞ്ഞു. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വേദഗ്രന്ഥം സ്വയം കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കി എന്നിട്ട് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവർ പ്രചരിപ്പിക്കുകയും വിറ്റഴിക്കുകയും ചെയ്തു. രണ്ടാമത്തത് അവർ വാദിച്ചു, നരകം 40 ദിവസം അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട ദിവസങ്ങളിലെ നരകം ഞങ്ങളെ സ്പർശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വാദം. ഈ വാദത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസാനമായി പറഞ്ഞു, ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു, ആര് പാപം പ്രവർത്തിക്കുകയും പാപം അവനെ വലയം ചെയ്യുകയും ചെയ്യുന്നുവോ അവർ അറിഞ്ഞുകൊള്ളട്ടെ, ഫൗലായിക അസ്ഹാബുൻ നാർ, അവർ നരകത്തിന്റെ അവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമല്ല, ഹും ഫീഹാ ഖാലിദൂൻ, അവര് ശാശ്വതമായിരിക്കും, അവര് നിത്യവാസികളായിരിക്കും. ഖാലിദൂൻ, അവര് നിത്യവാസികളായിരിക്കും. അവരുടെ വാദം, ഒന്നാമത്തെ വാദം പൊളി. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തത് പറഞ്ഞു, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, ഒരിക്കലും അവിടെ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരില്ല. അവരവിടെ നിത്യവാസികളായിരിക്കും, ശാശ്വതമായിട്ട് അവർ താമസിക്കുന്നവരായിരിക്കും. രണ്ട് കാര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തത് എങ്ങനെയാണ്? പാപങ്ങൾ പ്രവർത്തിക്കുകയും
ആ പാപം അവരെ ചുറ്റി വലയം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമല്ല, അവർ ശാശ്വതമായി നരകത്തിൽ തന്നെയാണ്. നേരെ മറിച്ച് അവർ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നാളെ സ്വർഗത്തിന്റെ അവകാശികളാണ്. ആ സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും അവർ പുറത്തേക്ക് പോകേണ്ടി വരില്ല. അവരതിനകത്ത് തന്നെ അവർ നിത്യവാസികളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൻ للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت